വിജയമന്ത്രങ്ങൾ. ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ, ഖത്തർ. അധ്യായം 399. വിനയമുള്ളവരാവുക, വിജയത്തിലേക്ക് കുതിക്കുക. വിനയം മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വഭാവഗുണമാണ്. ചുറ്റുമുള്ളവരെ പരിഗണിക്കാനും അംഗീകരിക്കാനും മാത്രമല്ല, നമ്മുടെ കഴിവുകളും കഴിവുകേടുകളും തിരിച്ചറിയാനും വിനയം സഹായകമാകും. അഹങ്കാരം മനുഷ്യനെ നശിപ്പിക്കുമ്പോൾ വിനയം മനുഷ്യന് എല്ലാ തരത്തിലുമുള്ള സംരക്ഷണമൊരുക്കുകയാണ് ചെയ്യുക. കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാനോ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനോ അഹങ്കാരം തടസ്സമായേക്കും. എന്നാൽ മുൻവിധികളില്ലാതെ എല്ലാ കാര്യങ്ങളും കാണാനും അറിയാനും മനസ്സിലാക്കാനുമൊക്കെയാണ് വിനയം സഹായകമാവുക. വിനയമെന്നത് ഒരു ദൗർബല്യമല്ല, മറിച്ച് വ്യക്തിത്വത്തിന് മാറ്റുകൂടുന്ന കരുത്താണെന്ന കാര്യം നാം വിസ്മരിക്കാതിരിക്കുക. വിനയമുള്ളവരെ എല്ലാവരും പരിഗണിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നു. അത്തരക്കാരുമായി സൗഹൃദം സ്ഥാപിക്കുവാനും നിലനിർത്തുവാനും ആളുകൾ മത്സരിക്കും. വിനയം മനുഷ്യനെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരു വിജയമന്ത്രമാണ്. വാസ്തവത്തിൽ നമുക്കൊക്കെ അഹങ്കരിക്കാൻ എന്താണുള്ളത്? ജീവിതത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും മറ്റാരുടെയൊക്കെയോ സംഭാവനകളാണ്. നമ്മുടെ ജീവിതം പോലും നമ്മുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ളതല്ല. ഈശ്വരന്റെ ദാനമായി ലഭിച്ച ജീവിതം അവൻ നിശ്ചയിക്കുന്ന സമയം മാത്രം അവശേഷിക്കുന്നു. യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ആർക്കും വിനയാന്വിതരാവാതിരിക്കാനാവില്ല. സുഹൃത്ത് റസാഖ് വഴിയോരത്തിന്റെ ഒരു FB പോസ്റ്റാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത്. അദ്ദേഹം എഴുതുന്നു: നമ്മുടെ പ്ലാൻ അനുസരിച്ചല്ല നമ്മുടെ ജീവിതം തുടങ്ങിയത്. നമ്മുടെ പ്ലാൻ അനുസരിച്ചായിരിക്കില്ല നമ്മുടെ ജീവിതം അവസാനിക്കുന്നത്. അത് എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ അവസാനിക്കുമെന്ന് ആർക്കറിയാം? ഈ കഥ വായിക്കൂ. ഒരു ദിവസം ഒരാൾ വില കൂടിയൊരു കാറിൽ ഒരു റെസ്റ്റോറന്റിന് മുന്നിൽ വന്നിറങ്ങി. വളരെ തിരക്കുള്ള മനുഷ്യനാണെന്ന് അയാളുടെ പെരുമാറ്റം കണ്ടാലറിയാം. ഫോണിൽ ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ അയാൾ ഭക്ഷണത്തിന് ഓർഡർ ചെയ്ത് ഒരു മേശയ്ക്കരികിൽ ചെന്നിരുന്നു. അല്പം കഴിഞ്ഞ് സപ്ലയറായ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ അല്പം വെള്ളം അയാളുടെ ഫോണിന് മുകളിലേക്ക് തെറിച്ചു. അയാൾ പെട്ടെന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റ് ഗ്ലാസ്സിലെ വെള്ളമെടുത്ത് സപ്ലയറുടെ മുഖത്തേക്കൊഴിച്ച് എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. സപ്ലയർ അപമാനിതനായി തല താഴ്ത്തി അവിടെ തന്നെ നിന്നു. അയാൾ പുറത്തിറങ്ങി കാറിന്റെ ഡോർ തുറക്കുന്നതിനിടയിൽ ശരീരം തളർന്ന പോലെ പെട്ടെന്ന് അയാൾ നിലത്തിരുന്നു. പിന്നെ തളർന്ന് നിലത്ത് കിടന്നു. അയാൾ നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ അയാൾ വെള്ളത്തിന് ആംഗ്യം കാണിച്ചു. ഉടനെ ഒരു കുപ്പിയിൽ വെള്ളവുമായി ആദ്യം ഓടിയെത്തിയത് സപ്ലയറായ ആ ചെറുപ്പക്കാരനായിരുന്നു. അവൻ സ്വന്തം മടിയിലേക്ക് അയാളുടെ തല ഉയർത്തിവെച്ച് വായിലേക്ക് വെള്ളമൊഴിച്ചു കൊടുത്തു. അതിനിടയിൽ അപരിചിതരായ ആരൊക്കെയോ ഓടിക്കൂടി ആരുടെയോ ഒരു വാഹനത്തിൽ കിടത്തി അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഒരുപക്ഷെ അയാളുടെ കണ്ണിൽ വളരെ നിസ്സാരനായ സപ്ലയറായിരുന്ന ആ ചെറുപ്പക്കാരൻ വായിലേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളമായിരിക്കും അയാൾ അവസാനമായി കുടിച്ചിട്ടുണ്ടാവുക. ഒരിക്കലും ചെന്നിട്ടില്ലാത്ത ഏതോ ആശുപത്രി കെട്ടിടത്തിൽ അപരിചിതരായ ഏതോ നഴ്സുമാരുടെ അടുത്ത് വെച്ചായിരിക്കും അയാൾ ജീവിതത്തോട് വിട പറഞ്ഞിട്ടുണ്ടാവുക. നമ്മുടെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ മക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം അടുത്തുണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അത് പലപ്പോഴും വെറുമൊരാഗ്രഹം മാത്രമായിരിക്കും. ഒരു പ്രയാസം വരുമ്പോൾ ആശ്വസിപ്പിക്കാൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില മുഖങ്ങളുണ്ട്. ബന്ധുക്കൾ, ആത്മസുഹൃത്തുക്കൾ, അങ്ങനെ പലരും. പക്ഷേ അതും ഒരു പ്രതീക്ഷ മാത്രമാണ്. ഏറെ സ്വപ്നങ്ങളോടെ പണിതുയർത്തിയ സ്വന്തം വീട്ടിൽ കിടന്ന് സമാധാനത്തോടെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് പലരും സങ്കല്പിക്കാറുണ്ട്. പക്ഷേ അതൊരു സങ്കല്പം മാത്രമാണ്. ഒരുപക്ഷെ അപരിചിതമായ ഏതോ സ്ഥലത്തുവെച്ച്, ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആരുടെയോ അടുത്തുവെച്ച് ആ യാത്രക്കാരനെപ്പോലെ നമ്മളും ഈ ലോകത്തോട് വിട പറയും. ഓരോ മനുഷ്യനും നമ്മോടൊപ്പം കടന്നു പോകുന്നതിന് പിന്നിൽ നിശ്ചിതമായൊരു കാരണമുണ്ടാകും. അവരെ നിസ്സാരമായി കാണാതിരിക്കുക. നമ്മളിന്ന് എന്തിനും കഴിവുള്ളവരായത് നമ്മുടെ മാത്രം കഴിവുകൊണ്ടുമല്ല. നമ്മുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും പല വിധത്തിൽ കാരണക്കാരായ അനേകം മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. അറിവില്ലായ്മ കൊണ്ടും അഹങ്കാരം കൊണ്ടും അവരെയൊന്നും അവഗണിക്കരുത്. അഹങ്കാരത്തോടുള്ള വാക്കും പ്രവൃത്തിയും വളരെ സൂക്ഷിക്കണം. ജീവിതം കണക്ക് ചോദിക്കാതെ കടന്നു പോകാറില്ല എന്നാണ് പറയുക. അറിയുന്നവരിലും പരിചയപ്പെടുന്നവരിലും നല്ല ഓർമ്മകൾ ബാക്കിയാക്കി ഈ ലോകത്തോട് വിട പറയാനാവുക എന്നത് മഹാഭാഗ്യമാണ്. അത്തരം ഭാഗ്യവാന്മാരിൽപ്പെടാനാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത്. വിജയമന്ത്രങ്ങൾ. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 009745552675 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.